പ്രഗ്നൻസിയിലെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളാണ് പറയുന്നത്. സോ മേജർ ഫീച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിലെ നമ്മൾ കാണുന്ന, നമ്മൾ പറഞ്ഞ എക്ടോഡം, എൻഡോഡം, മീസോഡമായിട്ട് മാറുന്നു, ഇന്നർ സെൽ മാസ് പറഞ്ഞു, അതിൽ കാണുന്ന ഓരോ സ്റ്റേജുകളാണ് പറയാൻ പോണേ. എക്ടോഡം, എൻഡോഡം, മീസോഡമായി മാറുന്നു, ഓരോ ഓർഗൻ സിസ്റ്റമായി മാറുന്നു. അപ്പോൾ ഓരോ മാസവും എന്താണ് എംബ്രിയോയ്ക്ക് സംഭവിക്കുന്നത് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്യുന്ന ഒരു 9 months ആണ്. 9 months ആൻഡ് സം ഡേയ്സ് ആണ്. സോ 9 months എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ജനറലി. സോ 9 months ആണ് പ്രഗ്നൻസി ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ മാസം എന്ത് സംഭവിക്കുന്നു. ഈ 9 monthsൽ ട്രൈമസ്റ്റർ ആയിട്ടാണ് നമ്മൾ അതിന് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം, സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത 3 മാസം, അതായത് 6 മാസമായി. പിന്നത്തെ ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത 3, അതായത് 9 മാസമായി. സോ 3, 3, 6 അങ്ങനെ 9, അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. സോ നമ്മൾ ആദ്യത്തെ മാസം, സോ ഫസ്റ്റ് മന്ത്, ആഫ്റ്റർ 1 month അവസാനിക്കാറാവുമ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട്, എംബ്രിയോൻ്റെ ഹാർട്ട് ഫോം ചെയ്യുന്നതാണ്. സോ ആദ്യം ഫോം ചെയ്യുന്ന ഓർഗനാണ് ഹാർട്ട് എന്ന് പറയാം. സോ 1 month കഴിയുമ്പോഴേക്കും ആ ഫീറ്റസിൽ അല്ലെങ്കിൽ എംബ്രിയോയിൽ ഹാർട്ട് ഫോം ചെയ്യും. അപ്പോൾ ഹാർട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സൊക്കെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഹാർട്ട് സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അമ്മയ്ക്ക് അത് അത്ര പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, പക്ഷേ ഡോക്ടേഴ്സിന് സ്റ്റെതസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഹാർട്ട് സൗണ്ട്, ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് ബേബി. സോ ഒരു ബേബി ഡെവലപ്പ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് തുടങ്ങി എന്നുള്ള ആദ്യത്തെ സൈൻ എന്താണ്, അതിൻ്റെ ഹാർട്ടിന്. സോ ഹാർട്ട് ബീറ്റാണ് ആദ്യമായിട്ട് അതാണ് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഓർഗൻ അല്ലെങ്കിൽ എംബ്രിയോയിൽ ഹാർട്ടാണ്. സോ അവരുടെ ആ ഹാർട്ടിൻ്റെ ഇത് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റെതസ്കോപ്പ് നോക്കിച്ച് ഡോക്ടേഴ്സിന് ആ ഹാർട്ട് സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഹാർട്ട് സൗണ്ട് ഓരോ മാസം അവർക്ക് അതിൻ്റെ വേരിയേഷൻസ് അറിയുന്നതനുസരിച്ച് നോക്കും. സോ അത് കൗണ്ട് ചിലപ്പോൾ കൂടും കുറയും, അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഹാർട്ട് സൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റെതസ്കോപ്പ്. അതിനുശേഷം എൻഡ് ഓഫ് സെക്കൻഡ് മന്ത്, സോ ആദ്യത്തെ മാസത്തിന് അവസാനമായിട്ടാണ് നമ്മൾ ഈ ഹാർട്ടിൻ്റെ ഫോർമേഷൻ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് മന്ത്, 2ാം മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ഫീറ്റസിൽ ലിംസും ഡിജിറ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ എംബ്രിയോയിൽ ലിംസ്, ഡിജിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതാണ് 2ാം മാസത്തിൻ്റെ അവസാനം. അതുപോലെ എൻഡ് ഓഫ് 12 weeks, 12 weeks എന്ന് പറയുമ്പോൾ 1 മാസം 4, അങ്ങനെ 12 weeks എന്ന് പറയുമ്പോൾ 3ാം മാസം അവസാനം. അതാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ 3 മാസം. സോ ആ 3 മാസം, 3ാമത്തെ മാസത്തിൻ്റെ അവസാനം, എൻഡ് ഓഫ് 12 weeks എന്ന് പറഞ്ഞാൽ 12 weeks എന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഫോം ചെയ്യണേ. ആ ഫീറ്റസിൽ മോസ്റ്റ് ഓഫ് ദ മേജർ, ഒരു ഫീറ്റസിന് അല്ലെങ്കിൽ എംബ്രിയോയ്ക്ക് ഉണ്ടാവേണ്ട മെജോറിറ്റി ഓഫ് ദ ഓർഗൻസും ഈ പറഞ്ഞ 12 weeks 3ാമത്തെ മാസം കഴിയുമ്പോഴേക്ക് ഫോം ചെയ്യും. മേജർ ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുന്നത് ലിംസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ് ഫോം ചെയ്യും. മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയാൻ പറഞ്ഞ ജെനിറ്റൽ ഓർഗൻസും ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി 5ാം മാസം, 5th monthൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് ആദ്യമായിട്ട്. അതിനു മുമ്പ് നമ്മൾ ഫീറ്റസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി എന്ന് അറിയുന്നത് ആദ്യത്തെ മാസം അവസാനം ഹാർട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ്. പക്ഷേ 5ാമത്തെ മാസമാണ് ഫീറ്റസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ്. സോ ഫീറ്റസിൽ ഹെഡിൽ ഹെയർ ചെറിയ ഭയങ്കര സ്മൂത്തായുള്ള ഹെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഫീറ്റസ് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ 5ാം മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ വയറിൽ കൈവച്ചാൽ ചെറുതായിട്ടൊക്കെ ആ ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ പറഞ്ഞ അടുത്തത് എൻഡ് ഓഫ് 24 weeks, സെക്കൻഡ് ട്രൈമസ്റ്റർ. അടുത്തത് 12 കഴിഞ്ഞിട്ട് പിന്നെ 24 എന്ന് പറയുമ്പോൾ എത്ര, 6 മാസം. സോ 6 മാസം അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിന് 6 monthsൻ്റെ എൻഡിൽ എന്തൊക്കെ സംഭവിക്കും. ആ കുഞ്ഞിൻ്റെ ഫീറ്റസിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഫൈൻ ഹെയർസ്, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ഭയങ്കര സ്മൂത്ത് ഹെയർസ് ഉണ്ടായിരിക്കും. സോ അവർ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ ആയിട്ട്. അത് ഫോം ചെയ്യുന്നത് 6ാം മാസത്തിൻ്റെ അവസാനമാണ്. അതുപോലെ തന്നെ അപ്പോഴാണ് അവരുടെ ഐലിഡ്സുകൾ, കൺപോളകൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവും. ഐ ലാഷസ് ഫോം ചെയ്യും. ഐ ലാഷസ്, കൺപീലുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഐ ലിഡ്സ്, കൺപോളകളൊക്കെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ കണ്ണിങ്ങനെ അടച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. അതിങ്ങനെ സെപ്പറേറ്റ് ആവാനും ഐലാഷൻസ് ഫോം ചെയ്യുന്നത് 6ാം മാസത്തിൻ്റെ അവസാനം, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ എൻഡ് ഓഫ് 12 weeksൻ്റെ അവസാനമായിരിക്കും അത് സംഭവിക്കാം. ഇനി 9 months, അപ്പോൾ നമ്മൾ പറഞ്ഞു 3, 6, 9 അങ്ങനെയാണ് കണക്ക്. പിന്നെ അടുത്ത എൻഡ് ഓഫ് 9 months എന്ന് പറഞ്ഞാൽ 9ാം മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഈ ഫീറ്റസിലെ എല്ലാ ഡെവലപ്മെൻറ്റൽ സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഫീറ്റസ് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, നൗ റെഡി ഫോർ ദ ഡെലിവറി. സോ 9ാം മാസം അവസാനമാകുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ സിസ്റ്റംസും ഫോം ചെയ്ത് ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും ബേബി.
അങ്ങനെയാണ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്ന് നെക്സ്റ്റ് നമ്മൾ പറയാമാണ് പാർട്രീഷൻ എന്താണ്, ഡെലിവറി ഓഫ് ദ ബേബി എന്താണെന്ന് പറയാമാണ്. സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മന്തിൻ്റെ അവസാനം ഹാർട്ട് ഫോം ചെയ്യും, അത് നമുക്ക് സ്റ്റെതസ്കോപ്പ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് മന്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ലിംസും ഡിജിറ്റും ഫോം ചെയ്യും. അതുപോലെ തേർഡ് മന്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും മേജർ ഓർഗൻ, ഓൾമോസ്റ്റ് എല്ലാ മേജർ ഓർഗൻസും ഫോം ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലിംസും എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസുമാണ് പറയുന്നത്. അതുപോലെ ഫിഫ്ത്ത് മന്ത് ആകുമ്പോഴേക്കും എന്താണ് മൂവ്മെൻറ്റ്, ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ ഹെഡിൽ ഹെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ 24 വീക്സ് 6 മന്ത്സിൻ്റെ അവസാനമാകുമ്പോഴേക്കും ബോഡി ഫുള്ള് ഫൈൻ ഹെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഐലിഡ്സ് സെപ്പറേറ്റഡ് ആവും, ഐലാഷസ് ഫോം ചെയ്തിട്ടുണ്ടാവും. എൻഡ് ഓഫ് 9 മന്ത് എല്ലാ ഡെവലപ്മെൻറ്റും ഫീറ്റസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, റെഡി ഫോർ ദ ഡെലിവറി ആയിട്ടുണ്ടായിട്ടും.